ഞാനിന്ന് ഒരു ചിക്കൻ കറിക്കും അതുപോലെ ബീഫ് കറിക്കും കടലക്കറിക്കും ഒക്കെ ആയിട്ടുള്ള ബേസ്, അതായത് ഉള്ളി തക്കാളി വാട്ടിയത്, അതൊരു 1-2 മാസം ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ കറി ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അത് ഞങ്ങൾക്ക് നോമ്പിലെന്നും ഈ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതി. ബാക്കി നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇത് ഫ്രിഡ്ജിൽ ഞങ്ങൾക്ക് അടുപ്പ് ഉറപ്പുള്ളതിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് 1-2 മാസം ഒരു കുഴപ്പമില്ലാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി തുടങ്ങാം. ഇത് ഞാൻ ഒരു 4 കിലോ ചിക്കനൊക്കെയാണ് 4 കിലോ ഉള്ളി വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ഞങ്ങൾക്കൊരു മാസം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണതാണെന്ന് നമ്മൾ നോക്കി തുടങ്ങാം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കുറേ ഉണ്ടാക്കുകയില്ല. അപ്പോൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുകയാണ്. അതിലേക്കൊരു 200 മില്ലിയൊക്കെ വെളിച്ചെണ്ണ വേണ്ടി വരും. കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യം കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുക. എണ്ണ ഒക്കെ ഇടുമ്പോൾ വെള്ളമില്ലയെന്ന് ഇതിൽ ഫുള്ളും ഉറപ്പ് വരുത്തണം. കാരണം ഇത് കുറച്ചുകൂടി ദിവസം വെക്കാനുള്ളത് കൊണ്ട്. പിന്നെ അതിലേക്ക് ഒരു 8-10 പച്ചമുളക് ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി, ഇത് 4 കിലോ ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1/4 കിലോ ഉണ്ട്. അതായത് 100 ഗ്രാം ഇഞ്ചിയും ഒരു 150 ഗ്രാം വെളുത്തുള്ളിയുമാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തതാണ്. അതൊന്ന് അതിൻ്റെ പച്ചമണ പോലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കല്ലുപ്പിടാൻ ശ്രദ്ധിക്കുക. പൊടിപ്പിനേക്കാൾ നല്ലത് കുറച്ച് പ്രിസർവേറ്റീവ് ആവും കല്ലുപ്പാണ്. അപ്പോൾ ഉപ്പ് 4 കിലോക്ക് ഉള്ളതാണെങ്കിലും കുറച്ച് കുറവായിട്ട് എടുക്കണം. ഞങ്ങൾക്ക് കറി ഉണ്ടാക്കുമ്പോൾ കൂടുതലായി എടുക്കുക. അതിനുശേഷം നല്ലോണം കൊത്തി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക. അതായത് ഞങ്ങൾ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ വഴറ്റാനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. പിന്നെ അടുപ്പത്ത് സ്ലോ കുക്കിങ് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് അടുപ്പത്തായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അതിലേക്ക് ഞാനൊരു 250 ഗ്രാം വരെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. ഒരു 7-8 വലിയ സ്പൂണാണ്. എന്നിട്ട് ഒരു 250 തന്നെ മല്ലിപ്പൊടി എടുത്ത് ഒരു 5-6 ടീസ്പൂണ് ഗരം മസാല എടുത്ത്, ഇതൊക്കെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണക്കി വറുത്ത് പൊടിച്ചതാണ്. എന്നാലും ഒന്നുകൂടി മിക്സാക്കി ചൂടാക്കണുള്ളൂ. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഞങ്ങൾ മല്ലി പൊടിക്കുമ്പോൾ തന്നെ പെരിഞ്ജീരകം ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് പെരിഞ്ജീരകം കുറച്ചെടുത്തത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. കരിയാൻ വിടരുത്. കരിഞ്ഞു പോയാൽ ഞങ്ങളെ മസാല കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർക്ക് വേണ്ടി മാത്രം ചൂടാക്കാൻ നിങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിൽ ചൂടാക്കണമെന്നില്ല. ചൂടാക്കിയാൽ നല്ലൊരു ഫ്ലേവർ ആവും, അത്രേ ഉള്ളൂ. എല്ലാം നല്ലോണം കൂടി യോജിച്ച് നല്ലൊരു ഫ്ലേവർ ആവുമെന്ന് മാത്രമാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഉള്ളി ഏകദേശം റെഡിയായി വന്ന് തുടങ്ങി. ഒരു 10-20 മിനിറ്റൊക്കെ എടുക്കും ഇത് ഉള്ളി ഏകദേശം ഒന്ന് റെഡിയാവാൻ. തീ അടുപ്പത്ത് നല്ലോണം വിറക് വെച്ചിട്ട് തീ കൂട്ടിയാൽ അടിക്ക് പിടിക്കും. അപ്പോൾ സൂക്ഷിക്കുക, അടിക്ക് പിടിക്കാതെ നോക്കും വേണം. അടിക്കൊന്നും അങ്ങനെ പിടിക്കൂല. ഇത് പിന്നെ അങ്ങനെ പുകയെടുക്കുന്ന അടുപ്പൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല ഈസിയാണ് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ. എന്നും കയ്യിലിട്ട് ഇളക്കണമെന്നില്ല. അടിക്ക് പിടിക്കാതെ ആവുമോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ആ മസാലപ്പൊടിയൊക്കെ അതിലിട്ട് കൊടുക്കുക. ഒന്ന് കുറച്ച് ബാലൻസ് വെക്കുക. കാരണം എരിവ് കൂടുതലായിട്ട് ഈ മസാലയ്ക്ക് ഇടണമെന്നില്ല. മസാല അതായത് പൊടികൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മതി. കറികൾ ഉണ്ടാക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ എരിവൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഉപ്പും ഇതിലെ എല്ലാ മസാലകളും എരിവ് പൊടികളൊക്കെ ഒന്ന് കുറച്ച് ഇടുക. ഞങ്ങൾ കറികൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുന്നതാണ്, കൂടരുത്. എന്നിട്ട് മസാല ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇടുക. അതായത് 4 കിലോ ഉള്ളിക്ക് ഒരു 2-2.5 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തത്. തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ല ഒടിഞ്ഞ് മസാലയിൽ നല്ലൊരു ഗ്രേവി ആവുന്നവരെ മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. നല്ലോണം ആദ്യം മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി വടിയോളം മൂടി വെച്ച് വേവിക്കാൻ വിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലെടുക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറൊക്കെ എടുത്തു. അതിന് ശേഷം ഇത് റെഡിയായ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും നാരങ്ങ നീര് ഒഴിക്കാൻ മറക്കരുത്. 1-2 നാരങ്ങ ഒഴിക്കണം. കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും പ്രിസർവേറ്റീവ് ഒന്നും ഇതിൽ വിനെഗർ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ അതൊന്നും കേടുവരാതെ ഇരിക്കുന്നതാണ്. പിന്നെ അപ്പം തന്നെ അടുപ്പത്ത് നിന്ന് എടുക്കണമെന്നില്ല. പിന്നെ 1-2 മണിക്കൂർ അടുപ്പത്ത് തന്നെ വെക്കുക. അടുപ്പത്തെ ചൂടിൽ അങ്ങനെ നിൽക്കും. അതിൻ്റെ ശേഷം 2-3 മണിക്കൂർ പുറത്തെടുത്തിട്ട് ഈ മസാല തണുപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ എയർ ടൈറ്റ് ബാഗിൽ, ഇതുപോലെ ഒരു എയർ ടൈറ്റ് ബാഗിൽ സൂക്ഷിക്കണം. ഇത് ഒരു എയർ ടൈറ്റ് ബാഗിൽ പോവില്ല, ഒരു 5-6 ബാഗിലൊക്കെ പോവും. എന്നിട്ടിത് ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്തേ വേണം, അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രീസ് ചെയ്യൽ നിർബന്ധമാണ്. ഇതൊരു 4-5 കവറൊക്കെ ഉണ്ടാകും ഈ ഇത്ര അളവിൽ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഫ്രീസ് ചെയ്യുന്നത് ഞങ്ങൾ കറി ഉണ്ടാക്കുന്ന 1 മണിക്കൂർ മുമ്പൊക്കെ പുറത്തെടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് ഒരു 1/2 കിലോ കറിക്കൊരു 4 സ്പൂണൊക്കെ വേണ്ടി വരും. 3-4 ദിവസം ഒരു പാക്കറ്റ് പുറത്ത് വെക്കുകയാണെങ്കിൽ കേടൊന്നും വരില്ല, ഫ്രീസായിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരു 4 ദിവസത്തെ കറിക്കൊക്കെ ഒരു പാക്കറ്റ് ഉണ്ടാവും. അത് താഴത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഐസൊക്കെ പോവും. എന്നിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടാവും, അത് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. മസാല ചെക്ക് ചെയ്യുക. ഞങ്ങൾ ആവശ്യത്തിനുള്ള എരിവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി പൊടികൾ എക്സ്ട്രാ ബാലൻസ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുക്കുക. എനിക്ക് ഏകദേശം പാകമായിരുന്നു, കുറച്ചൊരു കുറവേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇനി കറി ഉണ്ടാക്കാം. ഞങ്ങൾ പല രീതിയിലും കറി ഉണ്ടാക്കൂലേ, അതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾക്കിനി കറി ഉണ്ടാക്കാം. ഇതാണ് അതിൻ്റെ ബേസ്. ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രീൻ പീസ് കറി, കടലക്കറി, എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. ബീഫ് കറി, ചിക്കൻ കറി, അതുപോലെ ബിരിയാണിക്കുള്ള മസാല പോലെ തന്നെയല്ല ഇപ്പം ഉണ്ടാക്കുന്നത്. ബിരിയാണി എല്ലാതും ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി ഇടരുത്. മുളക് പൊടി ഇടാതെ ഉണ്ടാക്കിയാൽ മതി. വറുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പോലെ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിന് മുളക് പൊടി ചേർത്തത്. ഇതൊക്കെ ഈസിയാണ്. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കും 1 മാസത്തേക്കൊക്കെ. അതുപോലെ നോമ്പിലും ഓഫീസിൽ പോകുമ്പോഴും. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നൊക്കെ കുറേ പണിയൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. പിന്നെ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് ഈവനിങ് ഞങ്ങൾ ഡിന്നർ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ടയർഡൊന്നും ആവില്ല. ഇതിൽ 5 മിനിറ്റിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം ഫ്രീ ആയിട്ടൊന്ന് മെനക്കെട്ടാൽ മതിയെന്നുള്ളൂ. ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഞങ്ങൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കണില്ല അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണ്, ഇത് തേങ്ങ ചേർത്തിട്ടോ ചേർക്കാതെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.